بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا وارحمنا لوالدينا لمشايخنا لأساتذتنا لجميع المسلمين اللهم بلغنا حجا مبرورا عمرة مقبولا وزيارة حبيبك محمد صلى الله عليه وسلم وتقبل جميع خدماتنا يا الله. ഹറമിന്റെ മഹത്വം എന്ന അധ്യായം മിസ്കാത്തിൽ അതായിരുന്നു നമ്മൾ നേരത്തെ വായിച്ചത്. ഇനി അതിന്റെ രണ്ടാം ഭാഗം ആണ് പറയുന്നത്. അൽ ഫസ്ലു സാനി, രണ്ടാം ഭാഗം. യഅല ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു, യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. ഖാല, അവർ പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഹ്തികാറു ത്വാമി, ഭക്ഷണം ഇഹ്തികാർ ചെയ്യൽ, പൂഴ്ത്തി വെക്കൽ എന്ന് പറയും. എന്ന് പറഞ്ഞാല് വില കുറവുള്ള സമയത്ത് പ്രധാനപ്പെട്ട നാട്ടിലെ ഭക്ഷണത്തെ വാങ്ങിയിട്ട് പൂഴ്ത്തി വെക്കാം. എന്നിട്ട് വില കൂടുമ്പോ അത് വല്ല വിതരണം ചെയ്യാൻ വേണ്ടി. ഭക്ഷണം ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് പൂഴ്ത്തി വെക്കുക. എന്നിട്ട് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുക ആളുകൾ. വില കൂടുമ്പോ എന്താക്കുക, വിതരണം ചെയ്യാം. അങ്ങനെ ചെയ്യൽ ഹറാമാ. ഇഹ്തികാറു ത്വാമി, ഭക്ഷണം പൂഴ്ത്തി വെക്കൽ, ഫിൽ ഹറമി, ഹറമിൽ വെച്ച്, ഇൽഹാദും ഫീഹി, അത് ഇൽഹാദാണ് എന്ന് പറഞ്ഞാല് സത്യത്തെ തൊട്ട് തെറ്റലാണ്. ഹറമില് പ്രത്യേകം ചെയ്യാൻ പാടില്ല. ഹറമിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു, മറ്റുള്ളവർക്കും തെറ്റാണ്, പക്ഷെ ഹറമിൽ പ്രത്യേകം. റവാഹു അബൂ ദാവൂദ. ഇൽഹാദ് ചെയ്താല് ശക്തമായ ശിക്ഷയുണ്ട്, ഹറമിൽ വെച്ച് ഇൽഹാദ് ചെയ്താല് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി മക്ക, മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അത്യബക്കി മിൻ ബലദിൻ വഅഹബ്ബക്കി ഇലയ്യ, മാ അത്യബക്കി, മാ എന്തൊരു വസ്തുവാണ്, അത്യബക്കി നിന്നെ ഇത്ര സുഗന്ധപൂരിതമാക്കിയത്, നിന്നെ, മിൻ ബലദിൻ നാട്ടിനാൽ, വഅഹബ്ബക്കി നിന്നെ ഇത്ര സ്നേഹപൂർണമുള്ള നാടാക്കി, അലയ എന്റെ മേലിൽ, ലൗലാ അന്ന ഖൗമി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് എന്നർത്ഥം, ഏറ്റവും സുഗന്ധമുള്ള നാടാണ് നീ. ലൗലാ അന്ന ഖൗമി, എന്റെ ഖൗം, അഖ്റജൂനി, എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ, എന്നെ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ, മിങ്കി നിന്നിൽ നിന്ന്, മാ സക്കന്തു, ഞാൻ താമസിക്കൂല, ഗൈറക്കി, നീ അല്ലാത്തടത്ത് മറ്റൊരു രാജ്യത്ത് ഞാൻ താമസിക്കുമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം രാജ്യത്തെ മക്കയുടെ മഹത്വമാണ് ഇതിലേക്ക് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. റവാഹു തുർമിദി വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ ഗരീബുൻ ഇസ്നാദ്. ഇത് നബി തങ്ങൾ മക്കയിൽ നിന്നും പുറപ്പെടുമ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് പറഞ്ഞതാ. ഇനി മറ്റൊരു ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു അദി ഇബ്നു ഹംറാ റളിയല്ലാഹു അൻഹു ഖാൽ, റഅയ്തു, ഞാൻ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ, വാഖിഫൻ നിൽക്കുന്നു, അലാ ഹസൂറത്തി, ഹസൂറയുടെ അടുത്ത്. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നകി ലഖൈറു അർളില്ലാഹ്, മക്കയോട് പറയാണ്, നിശ്ചയം നീ ഭൂമിയിൽ ഏറ്റവും ഉത്തമ ഭൂമിയാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും, അള്ളാഹുവിലേക്ക് ഏറ്റവും അഹബ്ബായതാണ്. ലൗലാ അന്നി ഉഖ്രിജ്തു, എന്നെ പുറത്താക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, മിങ്കി നിന്നിൽ നിന്നും, ഖറജ്തു, ഞാൻ പുറപ്പെടുമായിരുന്നില്ല. എന്തൊരു വാക്കാണ്! ആ മക്കയോടുള്ള സ്നേഹം മക്കയോട് നേരിട്ട് അവിടുന്ന് പറയുകയാണ്.
റവാഹു തിർമിദി ഇബ്നു മാജാ. അൽ ഫസ്ലു സാലിസു, മുഷ്കാത്തിലെ മൂന്നാമത്തെ ഫസ്ല്. നബി ശുറൈഹിൽ അദവി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അന്നഹു ഖാല, അവർ പറയുന്നു, ലി അംർ ഇബ്നു സഈദ്, അംർ ഇബ്നു സഈദിനോട് അബൂ ശുറൈഹിൽ അദവി പറയുന്നു, ഹുവ യബഅത്തുൽ ബൂസ ഇലാ മക്ക. അംർ ഇബ്നു സഈദ് മക്കയിലേക്ക് സംഘങ്ങളെ അയക്കുകയാണ്, സൈന്യത്തെ അയക്കുകയാണ്. ഇതല്ലി, അംർ ഇബ്നു സഈദിനോട് അബൂ ശുറൈഹ് പറഞ്ഞു, ഇതല്ലി അയ്യുഹൽ അമീറു, ഓ നേതാവ്, എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? ഹദ്ദിസ്ക ഖൗലൻ, നിങ്ങളോട് ഞാനൊരു വാക്ക് പറയട്ടെ. ഖാമ ബിഹി റസൂലുള്ള എഴുന്നേറ്റ് പ്രസംഗിച്ച വിഷയം. അൽ ഗദാ മിൻ യൗമിൽ ഫത്ഹി, മക്കം ഫത്ഹിന്റെ പിറ്റേന്ന്. സമിഅത്ത് ഹു, അതിനെ കേട്ടതാണ് ഉദുനായ എന്റെ രണ്ട് ചെവി. വവആഹു, അതിനെ ഗ്രഹിച്ചതാണ് ഖൽബി എന്റെ ഹൃദയം. വഅബ്സറതുഹു, അതിനെ കണ്ടതാണ് ഐനായ എന്റെ കണ്ണ്. ഹീന തകല്ലമ ബിഹി, നബിതങ്ങൾ സംസാരിച്ച സമയത്ത്. ഹമിദല്ലാഹ, നബിതങ്ങൾ അല്ലാഹുവിനെ ഹംദ് ചെയ്തു. അസ്ന അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തി. സുമ്മ ഖാല, പിന്നെ നബിതങ്ങൾ പറഞ്ഞു, ഇന്ന മക്ക, നിശ്ചയം മക്ക ഹറമഹല്ലാഹു, അല്ലാഹു അതിനെ ഹറാമാക്കി. വലം യഹർരിംഹന്നാസു, അതിനെ അല്ലാഹു മഹത്വപ്പെടുത്തി. ആളുകൾ അല്ല അതിനെ മഹത്വപ്പെടുത്തിയത്, ജനങ്ങളല്ല, അല്ലയാണ്. ഫലാ യഹില്ലു ലിംരിഇൻ, ഒരു മനുഷ്യനും ഹലാലല്ല, യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഹലാലല്ല. യസ്ഫിക ബിഹാ, മക്കയിൽ ചൊരിക്കൽ ദമൻ, രക്തം. വലാ യഅദുദ ബിഹാ ശജറത്തൻ, മക്കയിൽ ഒരു മരത്തെ മുറിക്കലും ഹലാലല്ല. ഫൈൻ അഹദുൻ തറഖസ ബിഖിതാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലവനും തറഖസ, അതിൽ ഇളവ് കാണിച്ചാൽ, ബിഖിതാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ, ഫിഹാ, മക്കയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇളവ് പറഞ്ഞാൽ, ഫഖൂലൂ ലഹു, അവനോട് നിങ്ങൾ പറയൂ, ഇന്നല്ലാഹ, അല്ലാഹു ഖദ് അദിന ലി റസൂലിഹി, അള്ളാന്റെ റസൂലിന് അനുമതി നൽകിയതാണ്. വലം യഅ്ദൻ ലക്കും, നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. വഇന്നമാ അദിന, നബി തങ്ങളുടെ പ്രഭാഷണമാണ്. വഇന്നമാ അദിന ലി ഫീഹാ സഅത്തൻ മിൻ നഹാരിൻ, പകലിന്റെ അല്പസമയമാണ് എനിക്കതിൽ അനുമതി നൽകിയത് എന്നും അവിടുന്ന് പറഞ്ഞു. വഖദ് ആദത്ത് ഹുർമത്തുഹാ, അതിന്റെ മഹത്വം അടങ്ങിയിട്ടുണ്ട്. അൽ യൗമ, ഇന്ന്, കഹുർമത്തിഹാ ബിൽ അംസി, ഇന്നലെ അതിന്റെ എന്തൊരു മഹത്വമുണ്ട് അതുപോലെ തന്നെ ആ മഹത്വം എന്നും നിലനിൽക്കുകയും ചെയ്യും. വൽയുബല്ലിഗ് ഷാഹിദു, ഇവിടെ സാക്ഷിയായവർ എത്തിച്ചു കൊടുക്കണം. അൽ ഗൈബ, സാക്ഷിയല്ലാത്തവർക്ക്. ഫഖീല, അപ്പൊ പറയപ്പെട്ടു, അബി സുറൈഹിൻ, അബി സുറൈഹിനോട് പറയപ്പെട്ടു, മാ ഖാല ലക അംറുൻ, അബൂ സുറൈഹ് അംറിനോട് ഇത് പറഞ്ഞപ്പോൾ, അബൂ സുറൈഹിനോട് ചോദിക്കപ്പെട്ടു, മാ ഖാല, മാ എന്താണ്, ഖാല ലക അംറുൻ, അംറ് നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ പറഞ്ഞത്. ഖാല, അംറ് പറഞ്ഞു, അന അഅലമു ബിദാലിക, ഞാൻ അറിയും, ബിദാലിക അതിനൊക്കെ, മിങ്ക നിങ്ങളെ കാട്ടി, യാ അബാ ശുറൈഹിനെ, അബൂ ശുറൈഹ്, ഇന്നൽ ഹറമ, പക്ഷേ ഒരു കാര്യമുണ്ട്. അംറ് രാജാവാണല്ലോ, രാജാവ് പറയാണ്, ഇന്നൽ ഹറമ, നിശ്ചയം ഈ ഹറമ, ലാ യുഈദു ആസിയ, തെറ്റ് ചെയ്തെന്നവർക്ക് കാവല് നൽകുകയില്ല. വലാ ഫറം ബിദമിൻ, രക്തം കൊണ്ട് ഓടുന്നവർക്കും, ഒരാളെ കൊന്നുകൊണ്ട് ഇവിടെ വന്ന് ഓടിയാല് രക്ഷപ്പെടുകയില്ല. വലാ ഫറം ബി ഖർബ, അക്രമം ചെയ്തുകൊണ്ട് ഓടുന്നവൻക്കും രക്ഷപ്പെടുത്തുന്നതല്ല.
ലാ യുഈദു മക്ക ഇന്നൽ ഹറമായി ഹറം ലാ യുഈദു കാവല് നൽകൂല സിയം തെറ്റ് ചെയ്തവർക്ക് വലാ ഫാറം ബിദമിൻ ഒരാളെ രക്തം ഒലിപ്പിച്ചു ഓടുന്നവനും വലാ ഫാറം ബിഖർബ ഒരാളെ ആക്രമിച്ചോടുന്നവനും. മുത്തഫഖുൻ അലൈഹി വഫിൽ ബുഖാരി അൽ ഖരിബ് അൽ ഖിയാന വഞ്ചന ചെയ്ത് ഖരിബ് എന്ന് പറഞ്ഞ വഞ്ചനയുമായി ഓടുന്നവൻ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഖിസാസ് ചെയ്യാം. ഒരാളെ ആക്രമിച്ചാൽ പകരം മക്കയിൽ വെച്ചും ചെയ്യാം. അത് ഹറാമല്ല, തെറ്റല്ല, അതിന്റെ മഹത്വത്തിന് കളങ്കമല്ല. വഅൻ അയ്യാസ് ബിൻ അബി റബീഅത്ത് അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് ഖാല അവർ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസാലു ഹാദിഹിൽ ഉമ്മത്തു ബിഖൈരിൻ ഈ ഉമ്മത്തെ നന്മയിലാകും മാ അല്ലമു ഹാദിഹിൽ ഹുർമ ഈ മഹത്വത്തെ ബഹുമാനിക്കുമ്പോൾ ഹഖ തഅദീമിഹ ബഹുമാനിക്കേണ്ട ക്രമത്തിൽ ഫൈദാ ലയ്യഉ ദാലിക ഹലകു അതിനവർ പായാക്കിയാൽ അവർ നശിച്ചു പോവുകയും ചെയ്യുന്നതാണ്. മക്കയുടെ മഹത്വം നിലനിർത്തുന്ന കാലത്തോളം അവർക്ക് സന്തോഷമുണ്ടാകും, ഖൈറിലായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മക്കൾക്ക് ഹറമിന് വലിയ മഹത്വമാണ്. നേരത്തെ നമ്മൾ കുറെ ഹദീസുകൾ പറഞ്ഞിരുന്നു ഒന്നാം ഭാഗത്തില് ഇൻഷാ അല്ലാഹ്. ഇനി മദീനയുടെ മഹത്വമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും.